ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പലരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ JCA അല്ലേ, JCA എക്സാം, അതേപോലെ KS കാർഡ് ബാങ്കിൻ്റെത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അല്ലേ. പ്രീവിയസ് ഇയറിൽ വന്ന കുറച്ച് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഈ ഒരു എക്സാമിന് കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഏതൊക്കെയാണ് പ്രധാനമായും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എന്താണ് അവ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നത് എന്താണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രധാനമായും ഇത്തരത്തിലുള്ള എക്സാമിന് ചോദിക്കാറുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് 1, അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് 2. ഇവ തന്നിട്ട് എന്ത് ചെയ്യും, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനുള്ള ചോദിക്കാം. അല്ലെങ്കിൽ ഇതേ ടൈപ്പ് തന്നെ എന്താണ്, അസേർഷൻ റീസൺ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, അതിന് 4 ഓപ്ഷൻ ഉണ്ടാവും, A, B, C and D അല്ലെ. അവിടെ എങ്ങനെയാ വരിക, നമുക്കറിയാം അസേർഷൻ റീസൺ ആകുമ്പോൾ അവിടെ അസേർഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തരും, ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തരും. അതിന് കൂടാതെ ബി അല്ലെങ്കിൽ അസേർഷൻ എന്ന് പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഒരു കണ്ടന്റ് അവിടെ തരും. കൂടാതെ അടുത്തത് റീസൺ എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ ഈ അസേർഷനുമായിട്ട് കണക്ട് ചെയ്യുന്നതോ കണക്ട് ചെയ്യാത്തതുമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ തരും. അപ്പൊ 2 കണ്ടന്റ് ആയിരിക്കും നമുക്ക് അതിൽ ഉണ്ടാവാം, അസേർഷനും റീസണും. പിന്നെ ഇതിലെ ഓപ്ഷൻസ് എങ്ങനെയാണ്, ഇവിടെ ഓപ്ഷൻ വരിക assertion and reason are true. Assertion and reason are true. Then reason is the correct explanation of assertion എന്ന് വരും. ഇനി അടുത്തതോ A and R are true but R is not correct explanation of A ഇങ്ങനെ വരും. പിന്നീട് അടുത്തത് A true or false, പിന്നെ A false or true. ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും കണ്ടുപിടിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ചോദ്യം അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കണക്റ്റഡ് ആണോ, അതായത് ഈ അസേർഷനും റീസണും രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം. ആ കണക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. കൂടാതെ പിന്നീട് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇത് ഈ 2 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണോ. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ അസേർഷനും അതേപോലെ റീസണും തന്നു കഴിഞ്ഞാൽ ഈ 2 സ്റ്റേറ്റ്മെന്റും ആദ്യം ട്രൂ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്, ചിലപ്പോൾ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണോ, ട്രൂ ആണോ ഫാൾസ് ആണോ നമ്മൾ നോക്കുക അല്ലെ. ഈ ഒരു കാര്യം ഇത് രണ്ടും ട്രൂ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, അതായത് അസേർഷനും റീസണും ട്രൂ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താവശ്യമില്ല, ഇതിന് 2 തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി 2 നമ്മൾ നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഇത്തരത്തിലാണ് അസേർഷൻ റീസൺ എന്ന ചോദ്യത്തിന് ഇത്തരത്തിൽ ചെറിയ ടെക്നിക്കൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇതേപോലെ അസേർഷൻ റീസണിന്റെ അതേപോലെയുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ വരിക. പിന്നീട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ഒരു സിറ്റുവേഷൻ ഉണ്ടായി, ആ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അത് ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു ബാങ്കിൽ പോയ സമയത്ത് ബാങ്കിൽ നൽകിയ സർവീസിന് നമുക്ക് അത്ര ഹാപ്പി അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎത്തിക്കലായിട്ട് അവിടെ സർവീസ് നടന്നു എങ്കിൽ നമ്മൾ ആരെ കണക്ട് ചെയ്യും, നിങ്ങൾ ആരെയാണ് കണക്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്കറിയാം ഓംബുഡ്സ്മാനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ തന്നിട്ട് അവിടുന്നും ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ കണ്ടെത്തണം. ഓക്കെ, പിന്നെ ട്രൂ ആണോ ഫോൾസ് ആണോ, അല്ലെങ്കിൽ ഒന്ന് ട്രൂ ഒന്ന് ഫോൾസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രധാനമായിട്ടും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം, ഒരു 2-3 ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം 2 സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നിട്ടുണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ് 1, ബേസിക് സേവിംഗ് ഡെപ്പോസിറ്റ് അല്ലെ, നമ്മളെ BSBD അക്കൗണ്ട് are designed for financial inclusion and cannot be opened with 0 or minimum balance. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് CASA കമ്പൈൻ ദി ഫീച്ചർ ഓഫ് കറണ്ട് ആൻഡ് സേവിംഗ് അക്കൗണ്ട്. ഇതാണ് അവിടെ എന്ത് തന്നിരിക്കുന്നത്, 2 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ശ്രദ്ധിക്കൂ, ഇവിടെ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്, 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അടുത്തത് പിന്നെ 1 ശരി 2 തെറ്റ്, പിന്നെ 1 തെറ്റ് 2 ശരി.
ഇങ്ങനെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. നേരത്തെ അസേഷൻ റീസണിന്റെ അതായത് അസേഷൻ റീസൺ ആകുമ്പോൾ എന്താണ് എ ട്രൂ ആർ ഫാൾസ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്നും കുറച്ച് വിപരീതമായ അല്ലെങ്കിൽ അതിന്റെ വേറൊരു ടൈപ്പാണ് എന്ത് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം BSBD അക്കൗണ്ടിനെ പറ്റിയും അതുപോലെ CASA അക്കൗണ്ടിനെ പറ്റിയും നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ എന്താണ് ഒരു കാര്യം പ്രധാനമായിട്ടും നോക്കിയേ, BSBD അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിസൈൻഡ് ഫോർ ദി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് കനോട്ട് ബി ഓപ്പൺ വിത്ത് സീറോ മിനിമം ബാലൻസ് അല്ലെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വായിച്ചു നോക്കുന്നത്. കനോട്ട് ബി ഓപ്പൺഡ്, അതായത് BSBD അക്കൗണ്ട് എന്ത് ചെയ്യില്ല, കനോട്ട് ബി, അതായത് സീറോ ബാലൻസിൽ തുറക്കാം അല്ലെങ്കിൽ മിനിമം ബാലൻസിൽ തുറക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല, അതവിടെ എന്താണ്, ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. എന്താണ്, BSBD അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സീറോ ബാലൻസിലും തുറക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് BSBD അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്, ശരി തെറ്റാണ് നമ്മൾ കണ്ടെത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും എവിടെ എന്താണ്, നമുക്ക് ഇവിടെ ഉള്ള രണ്ട് തരത്തിലുള്ള ഒരു പ്രയോറിറ്റി എന്താണ്, നമുക്ക് പിന്നീട് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഒന്ന് കറക്റ്റ് നമ്മുടെ ഉണ്ട്. അപ്പൊ ഇതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ, ഇതില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതേപോലെ തന്നെ എന്താണ്, ബിയും അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ എയും അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലെ, എയും അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോ നമുക്ക് പിന്നീട് ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, രണ്ടാമത്തെ എടുത്തു നോക്കുമ്പോൾ എന്താണ്, കറന്റ് അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് കമ്പയർ ദ ഫീച്ചർ ഓഫ് കറന്റ് ആൻഡ് സേവിങ് അക്കൗണ്ട്, അതെന്താണ് ശരിയായിട്ടുള്ളതാണ് അല്ലെ. അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ് അല്ലെ. അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ വരിക, ഡി ആണ് ആൻസർ വരിക അല്ലെ. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ എന്ത് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് വേണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കി, ആലോചിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അടുത്തൊരു ചോദ്യം നോക്കിയേ, വിച്ച് സെക്ഷൻസ് ഓഫ് ദി RBI ആക്ട് പ്രൊവൈഡ് ദ റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട് ആൻഡ് പ്രിസ്ക്രൈബ് ദി ഫോം ഓഫ് ദി നോട്ട് അല്ലെ. ഇതെന്താണ്, ഇത് കുറച്ച് ലോയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, RBI ആക്ടുമായി ബന്ധപ്പെട്ടാണ്. ഏത് ആക്ട് ആണ് നമുക്ക് നോക്കാം. അവിടെ 4 ആക്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, ഏതാണ്, സെക്ഷൻ 22 ആൻഡ് 25. സെക്ഷൻ 22, 25 ആണ് ഇവിടെ RBI പ്രകാരം എന്ത് ചെയ്യുന്നത്, റൈറ്റ് ടു നോട്ട് ഇഷ്യൂ അല്ലെ. അതായത് RBIക്ക് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്ന സെക്ഷൻ എത്രയാണ്, സെക്ഷൻ 22 ആൻഡ് 25 ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ, ഹൗ മെനി ബാങ്ക്സ് വെർ നാഷണലൈസ്ഡ് ഇൻ ദി ഇയർ 1980 അല്ലെ. 1980 എത്ര ബാങ്കുകളാണ് നാഷണലൈസേഷൻ ചെയ്തത്? 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 14, 8, 7, 6. അപ്പോ നമ്മൾ ഈ നാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോവാ, 1969 പോവുക അല്ലെ. അവിടുന്ന് 14 ബാങ്കുകളാണ് അവിടെ എന്ത് ചെയ്തത്, നാഷണലൈസേഷൻ ചെയ്തത്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോവുക. പക്ഷേ 1980കളിലും എന്ത് വന്നിട്ടുണ്ട്, നാഷണലൈസേഷൻ വന്നിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടും 6 ബാങ്കുകളാണ് നാഷണലൈസേഷൻ ചെയ്തിരിക്കുന്നത് അല്ലെ. 6 ബാങ്കുകളാണ് അവിടെ പ്രധാനമായിട്ടും നാഷണലൈസേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 1969 പോലെ തന്നെ 1980 നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം, നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം നോക്കിയേ, അസേഷൻ റീസൺ ആണ്. ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ലീഡ് ബാങ്ക് സ്കീം ഈസ് ടു ഐഡന്റിഫൈ അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർബാങ്ക്ഡ് റീജിയൻ ഇൻ ദി ഡിസ്ട്രിക്ട്. അസേഷൻ റീസൺ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുവർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫ്രം ദി അബവ് അസേഷൻ ആൻഡ് റീസണിങ് അല്ലെ. അപ്പോൾ അസേഷൻ റീസൺ നമ്മൾ വായിച്ചു. അപ്പോൾ ഇതിൽ നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ഇവിടെ എന്തിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്, ലീഡ് ബാങ്ക് സ്കീമിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ലീഡ് ബാങ്ക് സ്കീം, ലീഡ് ബാങ്ക് സ്കീമിനെ പറ്റിയാ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ലീഡ് ബാങ്ക് സ്കീം? അവിടെ നോക്കിയേ, ഐഡന്റിഫൈ ദി അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർബാങ്ക്ഡ് റീജിയൻസ് ഇൻ ദി ഡിസ്ട്രിക്ട്. ഒരു ഡിസ്ട്രിക്റ്റിലെ അൺബാങ്ക്ഡോ അല്ലെങ്കിൽ തീരെ ബാങ്കിങ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഏരിയാസ് കണ്ടുപിടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ലീഡ് ബാങ്ക് സ്കീം. ആ ലീഡ് ബാങ്ക് സ്കീം എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അല്ലെ. ആ ഒരു വാക്ക് അവിടെ ഉണ്ട് അല്ലെ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഹെൽപ്പ് കൂടെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ 2 സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏതാണ്, ഈ 2 സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും 2 സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ് അല്ലെ. ഈ 2 സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. അത് കൂടാതെ നമ്മുടെ അസേഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് റീസൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ എ ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലെ. അപ്പോൾ ആർ എന്താണ്, എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, ആൻസർ കണക്കാക്കാൻ. അപ്പൊ നമ്മള് JCAയുടെയും അതേപോലെ തന്നെ
KSCAD ബാങ്കിന്റെ ഒക്കെ നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗൂഗിൾ ഫോം ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മളെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി വരുന്ന ദിവസം കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.